കല്യാണത്തിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് മാരേജ് തന്നെ ഞങ്ങളെടുത്ത ഡിസിഷനാണ് ഡിവോഴ്സ് ചെയ്യാമെന്നുള്ളത്. പക്ഷെ ചിന്തിക്കാനുള്ള പ്രായമാവുന്നതിന് മുന്നേ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതാണ്. നോക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷേ അവർക്ക് സൊസൈറ്റിയെ കാണിക്കണം, ജീവിതം അവർക്ക് സൊസൈറ്റിയെ ഇന്നും നാട്ടുകാരെ പേടിയാണ്. അതാണ് ഇന്നും. ഒന്ന്, ആ കുട്ടിക്ക് അമ്മയോട് ഇത്രയും കാര്യം ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ട് എന്നുള്ളത് അത് നല്ല കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ 2ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 8 വയസ്സ് അല്ലെങ്കിൽ 9 വയസ്സ് എന്ന് പറയാം. 8 വയസ്സിൽ ഈ കുട്ടിക്ക് പ്രഗ്നൻസിനെ പറ്റി, അൺവാണ്ടഡ് പ്രഗ്നൻസിനെ പറ്റിയിട്ട്, മാരേജിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു അറിവ്, അല്ലെങ്കിൽ എങ്ങനെ ഈ കുട്ടി ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ള വേറൊരു ക്വസ്റ്റ്യൻ കൂടെ വരാം. അതാണ് ആക്ച്വലി അതിൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഒരു ഭയങ്കര സംഭവമാണ്. അതെ. പക്ഷേ അവരുടെ ആ ഒരു എക്സ്പോഷറിൽ എന്ത് ശരി എന്ത് തെറ്റ് എന്ന് നമുക്ക് മിതമായ ഭാഷയിൽ അവരെ വേദനിപ്പിക്കാതെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളില്ലാത്ത സമയത്ത് അവരിരുന്ന് അതിനെപ്പറ്റി ആലോചിക്കും. ആ പ്രായമാണിത്, ശരിയാണോ അല്ല, ഞാനിത് ഫോഴ്സ്ഡായിട്ട് പറയുകയാണ്, നീ ഇത് കാണരുത്, നീ ഇത് നിനക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പോയി അവരിത് കാണും. അത് 100% നമ്മൾ ആ പ്രായത്തിൽ അത് ചെയ്തിട്ടുണ്ട്. പാടില്ല എന്ന് പറയുന്ന സാധനം എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ത്വരയുള്ളൊരു പ്രായമാണ് ടീനേജ്. അതിനെ മാനേജ് ചെയ്യാൻ പാരൻസിന് പറ്റില്ലെങ്കിൽ കുട്ടികളെ ഉണ്ടാക്കരുത് എന്നേ ഞാൻ പറയുള്ളൂ. ഹായ്, ഹലോ, നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഏറ്റവും കൂടുതൽ റിയാലിറ്റി ഷോസിൽ പങ്കെടുത്ത് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ഒരു ഗായികയാണ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബോഡി ഷേവിങ്ങും സൈബർ ബുള്ളിങ്ങും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗായികയെന്ന് പറയേണ്ടി വരും. എന്നിരുന്നാലും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു മാളവിക. നമസ്കാരം ചേച്ചി. നമ്മൾ പാട്ടിനെ പറ്റി സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗിന്നസ് റെക്കോർഡുകളൊക്കെ മാറ്റി വെക്കുമ്പോൾ ഇപ്പം ഓൺ എയറാണ്. എന്താണ് സംഭവം? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം? എങ്ങനെയാണ്? ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഗിന്നസ് റെക്കോർഡ് കിട്ടിയത് തന്നെ മാക്സിമം നമ്പർ ഓഫ് റിയാലിറ്റി ഷോ വിൻ ചെയ്തത് കൊണ്ടാണ്. അതിനുശേഷം ഞാൻ 12 വർഷമായിട്ട് ടീച്ചിങ് ഫീൽഡിലായിരുന്നു. സോ ഞാനൊരു ഓൺലൈൻ ടീച്ചറാണ്. അതിലും എനിക്ക് റെക്കോർഡുണ്ട്. ആദ്യമേ 10,000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്ത റെക്കോർഡുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ലൈഫിൽ വളരെ ബിസി ആയിരുന്നു. എനിക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാൻ ഒട്ടും സമയം കിട്ടിയിട്ടില്ല. ബിക്കോസ് ഡെയിലി ഒരു 13 മണിക്കൂറോളം വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ വർഷം വളരെ ആകസ്മികമായിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത്. അത് ഞാൻ പലരുടെയും പറഞ്ഞിട്ടുണ്ട്. മസ്കറ്റിലൊരു ഷോയ്ക്ക് പോയപ്പോൾ സമയം കിട്ടിയപ്പോൾ വെറുതെ ഒരു വീഡിയോ ഇട്ടതാണ്. അത് വൈറലാവുകയും പിന്നെ ഒരുപാട് റിക്വസ്റ്റ് വന്നു, ഞങ്ങൾക്ക് ആ പാട്ട് ചെയ്തു തരുമോ, ഈ പാട്ട് ചെയ്തു തരുമോ. അങ്ങനെയാണ് ആക്ച്വലി ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടി എന്ന് തിരിച്ചറിഞ്ഞിട്ട് മാക്സിമം വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. ഇപ്പോഴും ഉണ്ട് എനിക്കൊരു 3000-3500 പെൻഡിങ് റിക്വസ്റ്റ്. പക്ഷേ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടുന്നത് അത്രയും മ്യൂസിക് വീഡിയോസ് മാത്രമാണ്, മറ്റൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഈ മ്യൂസിക് വീഡിയോസിന് താഴെ വളരെ മോശപ്പെട്ട കമൻസാണ് വരുന്നത്. അല്ല, നല്ല കമൻസും സപ്പോർട്ടിങ് കമൻസും ഉണ്ട്, ഇല്ല എന്നല്ല പറയണം. പക്ഷേ എസ്പെഷ്യലി ഫേസ്ബുക്കിൽ നിന്നൊക്കെ വളരെ മോശപ്പെട്ട കമൻസാണ് വരുന്നത്. അപ്പോൾ പലതും ഞാൻ അവോയ്ഡ് ചെയ്യും. കാരണം എന്തിനാണ്, ഒന്നാമത് എനിക്ക് സമയമില്ല. പക്ഷെ ഒരു 100 കമൻറ്റ് കാണുമ്പോൾ നമ്മളുടെ തന്നെ മൈൻഡ് സെറ്റ് നമ്മൾ ഭയങ്കര അപ്സെറ്റ് ആവും. അപ്പോൾ ഒരു 101ാമത്തെ കമൻറ്റിന് നമ്മൾ ചിലപ്പോൾ വളരെ മിതമായിട്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും മോശപ്പെട്ടൊരു ഭാഷയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഉപയോഗിക്കാറുമില്ല. കാരണം ഈ 12 കൊല്ലമായിട്ട് ഇന്ന് വരെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പോലും ഞാൻ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഇവരുടെ അടുത്ത്, ഒരു പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ വളരെ മിതമായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുക. പക്ഷെ അതിന് പോലും ഭയങ്കര നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളാണ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഒന്ന് കനത്ത ബോഡി ഷെയ്മിങ് ആണ്, ഞാൻ അതിലേക്ക് വരാം. കനത്ത ബോഡി ഷെയ്മിങ്ങും. രണ്ടാമത്തെ കാര്യം, സ്ത്രീകൾ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ, സിംഗേഴ്സ് ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, സിംഗർ ആണെങ്കിലും മ്യൂസിഷ്യൻ ആണെങ്കിലും അവരൊരു മനുഷ്യനാണ്. അവർ 24 മണിക്കൂറും പാടിക്കൊണ്ടിരിക്കുകയല്ല. അവർക്ക് അവരുടേതായിട്ടൊരു ലൈഫ് ഉണ്ട്. അവർക്ക് ഫ്രസ്ട്രേഷൻ വരുമ്പോൾ അവർ റിയാക്ട് ചെയ്യും. ഈ റിയാക്ട് ചെയ്യുന്നത് ഡസൻ മീൻ അയാളൊരു മ്യൂസിഷ്യനാണ് അല്ല എന്നൊന്നുമല്ല. കാരണം മ്യൂസിഷ്യൻ എന്ന് പറഞ്ഞാൽ അവരുടെ മ്യൂസിക് ക്വാളിറ്റി വെച്ച് മാത്രം അസസ് ചെയ്യേണ്ട ഒരാളാണ്, മ്യൂസിക് സ്കില്ലുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യന് ഒരു കാര്യവുമില്ലാതെ വളരെ ഡീമോറലൈസ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസും പോസ്റ്റും ഇടുമ്പോൾ നമ്മൾ അറിയാതെ റിയാക്ട് ചെയ്ത് പോകും. എസ്പെഷ്യലി 2 തരം ആളുകളുണ്ട്. ഒന്ന്, നമ്മളെ ഒരുപാട് കണ്ടീഷനിങ്
ഡിസിപ്ലിനിലൂടെ നടത്തിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഒറ്റ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഇന്ന് സ്ലീവ്ലെസ് ആയിട്ടിരിക്കുന്നത്, സിംഗർ പാടുമ്പോൾ സ്ലീവ്ലെസ് ഉപയോഗിച്ചുകൂടാ, അപ്പം നമുക്ക് ബഹുമാനം കിട്ടില്ല എന്ന് പറയുന്ന ഒരു തരം. അല്ലെങ്കിൽ നിങ്ങൾ പ്രതികരിക്കുമ്പോൾ നിങ്ങളോടുള്ള ബഹുമാനം പോകുന്നു, നിങ്ങളുടെ ശബ്ദം എന്തിനാണ് നിങ്ങൾ പ്രതികരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ഇതുപോലുള്ള ഒരു വിഭാഗം. മറ്റേത് തടി കൂടി എന്തിനാണ് കണ്ണട വെക്കുന്നത്, പിന്നെ പറയാൻ കൊള്ളാത്ത നമ്മുടെ ബോഡി പാർട്സിനെ പറ്റി വളരെ മോശമായിട്ട് നമ്മൾ പാടുമ്പോൾ നമ്മുടെ കഴുത്തിന് താഴേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളെ നമ്മൾ എന്ത് പറയാനാണ്. അപ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ ബോഡി എന്താ പറയുക കവർ ചെയ്ത് നടക്കുന്നതാണ് സംസ്കാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സംസ്കാരം എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ്. ആ വേർഡിനെ വളരെ തെറ്റായ രീതിയിലാണ് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതാണ് സംസ്കാരമില്ലായ്മ. അവർക്കത് സ്ക്രോൾ ചെയ്ത് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ചെയ്യാത്തതാണ് സംസ്കാരമില്ലായ്മ എന്ന് അവർ തിരിച്ചറിയാത്തിടത്തോളം കാലം അവരുടെ വിദ്യാഭ്യാസമില്ലായ്മയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനേ പറ്റുള്ളൂ. അതൊക്കെ അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഡയറക്റ്റ്ലി നമ്മുടെ ബോഡി പാർട്സിനെയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെയോ പച്ചയ്ക്ക് തെറി വിളിക്കുന്നൊരവസ്ഥ വരുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്ത് പോവും. ദാറ്റ് ഡസൻറ്റ് മീൻ ഐ എം നോട്ട് എ സിംഗർ, ബിക്കോസ് ഞാനൊരു മനുഷ്യനാണ്, ഞാൻ റിയാക്ട് ചെയ്ത് പോകുന്നതാണ്. അങ്ങനെ അപ്പം ആ റിയാക്ഷൻ വീഡിയോയ്ക്കും വീണ്ടും അതിനെ എടുത്ത് ആ റിയാക്ഷൻ വീഡിയോ, അതായത് ഒരു വ്യക്തി മെന്റലി ഡൗൺ ആയി നല്ലത് ചെയ്തതിന് വീണ്ടും എന്തൊക്കെയോ രീതിയിൽ വളച്ചൊടിച്ച് ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ട് അതും വളരെ വൾഗറായിട്ടുള്ള കമന്റ്സ് ചെയ്തതിനാണ് റിയാക്ട് ചെയ്തത്. പക്ഷെ ആ റിയാക്ഷൻ ചെയ്തതിനെ വീണ്ടും കുറെ പേരെടുത്തിട്ട് വീണ്ടും നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു സൈബർ ബുള്ളിങ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ടാർഗറ്റഡ് അറ്റാക്കിംഗ് ആണ്. അതിൽ പല വിഭാഗങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ ഇൻഡസ്ട്രിയിൽ തന്നെ എന്നോട് വിരോധമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർ ഒരുപാട് ഫേക്ക് ഐഡിയകളിലൂടെ എന്നെ അറ്റാക്ക് ചെയ്യുന്നതുമുണ്ട്. അത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാൻ അത് മാറ്റി വെക്കുന്നു. അല്ലാതെ ഒരു വലിയ വിഭാഗമുണ്ട് നമ്മുടെ സമൂഹത്തിൽ തന്നെ. അവരുടെ പേട്രിയാർക്കിയൽ മൈൻഡിൽ ഒരു സ്ത്രീ മുന്നോട്ട് വരുന്നത് അവർക്ക് സഹിക്കാനാവില്ല. ഒരു സിംഗർ ഇങ്ങനെ ആയിരിക്കണം എന്നൊരു കാഴ്ചപ്പാട് അവർക്ക്. എക്സാക്ട്ലി. സിംഗർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡ്രസ് ചെയ്യണം. ഇങ്ങനെ ഏറ്റവും വിഷമം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്ത്രീകൾ തന്നെ ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ. അത് അവർക്ക് ചിലപ്പം അവരുടെ ലൈഫിൽ അത് സംഭവിക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ അവരെ കണ്ടീഷൻ ചെയ്തതിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം, വാട്ട് എവർ. സ്ത്രീകളാണ് സ്ത്രീകളുടെ മെയിൻ ശത്രു എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഒരു വർഷമായിട്ട് ശരിക്കും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാരി ഉടുത്താലേ സിംഗർ ആവുള്ളൂ എന്ന് പറഞ്ഞ് സാരി ഉടുത്ത വീഡിയോസിന് താഴെ വളരെ മോശപ്പെട്ട കമന്റ്സ് വന്നിരിക്കുകയാണ്. അതും ഫുൾ സ്ലീവ്, അതായത് സിംഗിൾ പ്ലീറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന സാരിക്ക് പോലും നെഗറ്റീവ് കമന്റ്സ് ആണ്. സോ ഈ ഡ്രസ്സിങ്ങിലല്ല അവരുടെ പ്രശ്നം, ഒരു സ്ത്രീയാണോ അവിടെ നെഗറ്റിവിറ്റി ഉണ്ട് എന്നുള്ളൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് മാറ്റണമെന്ന് വിചാരിച്ചാലും അത് നടക്കുക ഒരുപക്ഷെ നമ്മുടെ അടുത്ത തലമുറയിലൂടെ ആയിരിക്കും. പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് ഇതിനുള്ള ഒരേ ഒരു പോംവഴി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മളെപ്പോഴും പൊതുവെ പറയും കുറേ ഫേസ്ബുക്ക് അമ്മാവന്മാർ എവിടെയോ ഇരുന്ന് എഴുതുന്ന കഥകൾ അല്ലെങ്കിൽ എവിടെയോ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയും. പക്ഷെ ഞാൻ ശ്രദ്ധിച്ച കാര്യം ഇൻസ്റ്റാഗ്രാമിലും ഇതേപോലെ തന്നെ കമൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച കാര്യം ചേച്ചിയുടെ മകള്, മൂത്താളാന്ന് തോന്നുന്നു, മകള് അതിന്റെ താഴെ പോയി കമന്റ് ചെയ്തിട്ടുണ്ട്. എനിക്കതൊരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. പലരും പറയുന്നുണ്ട് ഞാൻ നുണ പറഞ്ഞതാണ്, ഞാൻ തന്നെ ചെയ്തതാണ്. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ, ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സക്സസ്ഫുൾ ആയൊരു മൊമെന്റ് ആയിരുന്നു അത്. കാരണം എൻ്റെ മോള്, അവൾക്കിപ്പോൾ 8 വയസ്സ് തികഞ്ഞതേ ഉള്ളൂ, അവളുടെ അച്ചച്ചൻ്റെ ഫോണിലൂടെയാണ് കണ്ടത്. വെക്കേഷൻ ആയപ്പോൾ അവൾ ചുമ്മാ സ്ക്രോൾ ചെയ്തപ്പോൾ അവൾക്ക് ആകെ അറിയാവുന്ന, അവൾക്കാണെങ്കിലും ചെറിയ മോനാണെങ്കിലും, മാളവിക അനിൽകുമാർ എന്ന് അടിച്ചു നോക്കിയിട്ട് എൻ്റെ വീഡിയോസ് കാണാനേ അവർക്ക് അറിയുള്ളൂ. അപ്പോൾ മാളവിക അനിൽകുമാർ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ വന്നത് ഈ ഒരു മോശം വീഡിയോ ആണ്, എന്നെപ്പറ്റി മോശം പറയുന്ന വീഡിയോ ആണ്. ആ കുഞ്ഞിനത് സഹിച്ചില്ല. കാരണം ഞാൻ ആ രീതിയിൽ നടക്കുന്നൊരു വ്യക്തിയല്ല എന്ന് ആ കുഞ്ഞിനറിയാം. അവളുടെ മനസ്സ് എത്രത്തോളം വേദനിച്ച് കാണുമെന്നാണ് ഞാൻ ആക്ച്വലി വിചാരിച്ചത്. അത് പക്ഷെ ആർക്കും അറിയില്ല. ബട്ട് അവൾ അത് റിയാക്ട് ചെയ്തു എന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഞാൻ ചെറുപ്പം തൊട്ട് അവരുടെ ഫ്രീഡത്തിൽ ഞാൻ ഒരിക്കലും കൈ കടത്തിയിട്ടില്ല. പേഴ്സണൽ സ്പേസ് എന്താണ് എന്ന് അറിഞ്ഞു തന്നെയാണ് അവർ വളർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രോപ്പർ എഡ്യൂക്കേഷൻ അവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ സമൂഹത്തിന് അങ്ങനെയുള്ള കുട്ടികളെയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ ആയതുകൊണ്ട് കാര്യമില്ല.
പാടില്ല. പെരുമാറാനും ഒരു സഹാനുഭൂതിയും ഉണ്ടാവണം. മാത്രമല്ല ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇപ്പം എന്നെ ഒരുപാട് പേര് കണ്ടീഷൻ ചെയ്തു സ്ത്രീകൾ ഇങ്ങനെ സംസാരിച്ചു കൂടാന്ന്. ഞാൻ നേരെ തിരിച്ചാണ് കുട്ടികളോട് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളത് എക്സ്പ്രസ് ചെയ്യൂ, അത് മാന്യമായ ഭാഷയിൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യൂ എന്ന് പഠിപ്പിച്ചിട്ടാണ് വളർത്തുന്നത്. പക്ഷെ അവരത് എക്സ്പ്രസ് ചെയ്തു എന്നറിയുന്നതിൽ ആസ് എ മദർ ഐ എം വെരി പ്രൗഡ്. ഒരുപാട് പേര് എന്നെ പാരന്റിങ് പഠിപ്പിക്കാൻ അതിന് താഴെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നുണ്ട്. പക്ഷെ എന്റെ പാരന്റിങ്ങിൽ ഞാൻ വളരെ സംതൃപ്തയാണ്. അല്ല, അത് വളരെ നല്ലതായതുകൊണ്ടാണ് മകളെ വന്നിട്ട് കമന്റ് ചെയ്തതും അവൾ നല്ല ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. അത് അവളുടെ കൾച്ചറാണ് കാണിക്കുന്നത്. അവളുടെ കൾച്ചർ മാത്രമല്ല അവളുടെ സ്കൂളിന്റെ കൾച്ചറാണ് കാണിക്കുന്നത്. അപ്പൊ അതൊരു വിന്നിങ് ആണ് ആക്ച്വലി, ഒരു വിന്നിങ് മൊമെന്റ് ആണ് ആക്ച്വലി. അത് പലർക്കും മനസ്സിലാവില്ല. നമുക്ക് എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ മനസ്സിന് സംതൃപ്തി കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇതൊക്കെ കാണുമ്പോൾ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട്, ഇപ്പം മോളുടെ കാര്യം നമ്മൾ അറിയുന്നു, പക്ഷെ അച്ഛൻ, അമ്മ, ഹസ്ബൻഡ് അവരുടെയൊക്കെ ഉള്ളൊരു ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയാണ് ആദ്യമേ? ആക്ച്വലി സ്പീക്കിംഗ് എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അവർ ഇതേപോലെ കണ്ടീഷൻഡ് ആയിട്ട് വളർന്ന ഒരു തലമുറയാണ്. അപ്പം നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയില്ല. കാരണം ഇതിൻ്റെ പകുതി പോലും എക്സ്പോഷർ ഇല്ലാത്ത ഒരു ലോകത്ത് വളർന്നവരാണ് അവർ. ശരിയാണ്, അവരിപ്പോൾ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്നവരാണ്. പക്ഷെ സ്റ്റിൽ അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അപ്പോൾ അവർക്ക് ഒരു നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ സഹിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവർ ചില സമയത്തൊക്കെ റിയാക്ട് ചെയ്ത് നിനക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, നിനക്ക് നിർത്തിക്കൂടെ എന്ന് ചോദിച്ച മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വരുന്ന തലമുറയെ മനസ്സിലാക്കാൻ ആണ്. കാരണം അതുകൊണ്ടേ നമ്മുടെ നാടിന് ഗുണമുള്ളൂ. 10-60 വയസ്സായിട്ടുള്ള ഒരു ജനറേഷനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് ഒരു പരിധിയുണ്ട് എപ്പോഴും. ബിക്കോസ് അവര് അതിൽ ഉറച്ചു കഴിഞ്ഞു. സോ ഞാനൊരിക്കലും കുറ്റം പറയില്ല. ബട്ട് സപ്പോർട്ട് ഉണ്ട്. കാരണം പുറത്ത് നിന്നൊരാള് ഇപ്പോൾ പബ്ലിക്കായിട്ടാണ് എന്നെ ഹരാസ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എനിക്ക് വേണ്ടി നിൽക്കും. അതെനിക്കറിയാം. പക്ഷേ ഇത് കാണുമ്പോൾ ഉറപ്പായിട്ടും അവരുടെ മനസ്സ് വേദനിക്കുന്നുണ്ട് എന്നും എനിക്കറിയാം. സോ അവരും അത് ബാലൻസ് ചെയ്യുകയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഒരു മൊമെന്റിൽ എപ്പോഴെങ്കിലും തീരുമാനിച്ചോ, എവിടെയോ ഇരുന്ന് മുഖം അറിയാത്ത ആൾക്കാരല്ലേ സംസാരിക്കുന്നത്, ഇനി ഇതിനെ വിട്ട് കളയാന്നുള്ളൊരു ചിന്ത എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു? അല്ല, ഞാൻ വിട്ട് കളഞ്ഞോണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴും 100-150 കമന്റ് ഞാൻ ഹൈഡ് ചെയ്യും ഡെയിലി. 150 കമന്റ് ഹൈഡ് ചെയ്താലും ചിലത് കാണുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്ത് പോകും. കാരണം നമുക്ക് എത്രയൊക്കെ കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. ആളുകൾ പറയുമല്ലോ നമുക്കിത് അവോയ്ഡ് ചെയ്ത് കളയാമെന്ന്. അവോയ്ഡ് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സത് അവോയ്ഡ് ചെയ്യുന്നില്ല, നമ്മളത് ഹൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ ആ നെഗറ്റിവിറ്റി കയറിക്കൊണ്ടേയിരിക്കുകയാണ്. കുറെ കഴിയുമ്പോൾ നമ്മുടെ എഫേർട്ട്, ആ ഒരു വീഡിയോ എടുക്കാനുള്ള എഫേർട്ട്, അത് ഡീകോഡ് ചെയ്യാനെടുത്ത എഫേർട്ട്, അതിനകത്ത് ഞാൻ ടൈപ്പ് ചെയ്യാനെടുത്ത എഫേർട്ട്, അത് ഇത്രയും മ്യൂസിക് ക്ലാസ്സിൻ്റെ ഹെക്ടിക് സെഷൻ, എനിക്ക് ഒരു ദിവസം ആകെ 2.5 മണിക്കൂറേ എനിക്ക് ബ്രേക്ക് ഉള്ളൂ. 1 മണിക്കൂർ ബ്രേക്ക്ഫാസ്റ്റിന്, 1 മണിക്കൂർ ഡിന്നറിന്, 1/2 മണിക്കൂർ ലഞ്ചിന്. ബാക്കി ഫുൾ ടൈം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മൺഡേ ഏതാ ട്യൂസ്ഡേ ഏതാണെന്നറിയില്ല. ഈ 2.5 മണിക്കൂറിലാണ് കുട്ടികളുടെ അടുത്ത് ഞാൻ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സോ അവരും, അതായത് എൻ്റെ പാട്ട് പഠിപ്പിക്കുന്ന കേട്ടോണ്ടാണ് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത്. അത് അത്രയും അഡ്ജസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാമിലി. 2 മണി വരെ ഡെയിലി ക്ലാസ്, അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ് ഷെഡ്യൂളിങ്, 3 മണിക്ക് ഉറങ്ങി 7 മണിക്ക് എഴുന്നേൽക്കുന്നു. ഇതുപോലെ ടൈറ്റായിട്ട് ഷെഡ്യൂളിലുള്ള ഞാൻ ഒരു കഷ്ടപ്പെട്ടൊരു വീഡിയോ എടുക്കുമ്പോൾ, അതും ഓൺ റിക്വസ്റ്റ് ആണ് ഞാൻ ആ വീഡിയോ ഇടുന്നത്. ഇത്രയും നെഗറ്റിവിറ്റി വരുമ്പോൾ അറിയാതെ നമ്മൾ പ്രതികരിച്ചു പോകുന്നതാണ്. അത് ആർക്കും മനസ്സിലാവില്ല. പക്ഷെ ആ ഒരു ട്രിഗറിങ് പോയിന്റിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത് എനിക്കറിയാം. ബട്ട് ചിലപ്പോൾ എൻ്റെ ഫെയിലിയർ ആയിരിക്കാം, നമ്മൾ ട്രിഗേർഡ് ആവും. ഒരു 100 കമന്റ് കഴിയുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ട്രിഗേർഡ് ആവും. മനുഷ്യരാണ് നമ്മൾ, ഒരിക്കലും റോബോട്ട്സ് അല്ല. അതെ. ഈ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും ഗായികയാണ്, ഒരുപാട് സ്റ്റേജസിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ റെസ്റ്റ് ഇല്ലാതെ പണിയെടുത്താൽ പ്രശ്നമാവില്ലേ? ആക്ച്വലി പ്രശ്നമാവും. കാരണം നമ്മുടെ ശബ്ദത്തിനെ വളരെയധികം എഫക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. കാരണം റീകോയിലിംഗ് പീരീഡ് എന്ന് പറയുന്ന ശബ്ദത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കത് വളരെ കുറച്ചേ ഉള്ളൂ, ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ശരിക്കും എനിക്ക് വേണമെങ്കിൽ ഡിന്നർ ബ്രേക്കിന് ഒരു റീകോയിലിംഗ് പീരീഡ് എടുക്കാം. അപ്പോഴായിരിക്കും കുട്ടികൾ വന്ന് വിശേഷം പറയുന്നത്. അപ്പോൾ നമുക്ക് ശബ്ദം ഉപയോഗിക്കാതെ പറ്റില്ല. അപ്പോൾ എൻ്റെ ടോൺ മാറുന്നത് എനിക്കറിയാം. പക്ഷേ ഞാനത് സാക്രിഫൈസ് ചെയ്യുന്നത് എൻ്റെ പാഷനാണ് ടീച്ചിങ്. ഇപ്പോൾ എൻ്റെ ഡീകോഡിങ് വീഡിയോസിലാണെങ്കിലും ഞാനത് ഇഫക്റ്റീവായിട്ട് പറയുന്നത് ഞാനൊരു ടീച്ചർ ആയതുകൊണ്ടാണ്. ടീച്ചിങ് എൻ്റെ ബ്ലഡിലുള്ള
ഉള്ള ഒരു സ്കില്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തന്നെ ഒരാൾക്കും 1 മണിയൊക്കെ കഴിഞ്ഞാലൊന്നും ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ശബ്ദം പോവും, ബോറടിക്കും. ഇത്ര മണിക്കൂർ റെസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഇല്ലേ? ഉണ്ട്. നമുക്ക് 8 hours വേണം, നാച്ചുറൽ ആയിട്ടുള്ള വാമപ്പ് സംഭവിക്കാൻ, ത്രോട്ടൽ, ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നത് എൻ്റെ ഈ കരിയറിന് വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇനിയുള്ള കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇനി വരുന്ന ഒരു 1.5 വർഷം ഈ 4 മണിക്കൂർ ഉറക്കം പോലും എനിക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം ഞാനൊരു ആപ്പ് പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പ്ലാനിലുണ്ട്. അപ്പൊ ഞാനത് ഈ ജൂണിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതും മ്യൂസിക് റിലേറ്റഡ് ആപ്പാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഞാൻ ആക്ച്വലി എൻ്റെ ലൈഫ് തന്നെയാണ് സാക്രിഫൈസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഒരുപാട് വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളുള്ളൊരു വ്യക്തിയാണ് ഞാൻ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട്. അത് കാരണം ഒരു പിടി മരുന്നോളം എല്ലാ ദിവസവും മിനിമം ഒരു 10 മരുന്നെങ്കിലും കഴിക്കാതെ എൻ്റെ ലൈഫ് മുന്നിലേക്ക് പോവില്ല. ലൈഫ് ലോങ് എനിക്ക് ഇത്രയും മെഡിസിൻസ് എടുക്കണം. അത് പറയാൻ പറ്റുമോ എന്താണ്? ഒരുപാട് അസുഖങ്ങളുണ്ട്. അതിപ്പോൾ എല്ലാം മെൻഷൻ ചെയ്യാൻ പറ്റില്ല, അത്രയും സമയമുണ്ട്. ഒരു 2-3 വേണേൽ പറയാം. എനിക്കൊരു ഇൻട്രാക്രാനിയൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതായത് ഈ ഭാഗത്തായിട്ട് സ്പൈനൽ ഫ്ലൂയിഡ് കെട്ടി നിൽക്കുന്ന ഒരു ഡിസീസാണ്. തുടങ്ങിയിട്ട് 10 വർഷത്തോളമായി. അതിന് എടുക്കാത്ത മെഡിസിൻസ് ഇല്ല. റെസ്റ്റ് ഇല്ലായ്മ കൊണ്ട് ഉണ്ടായതാണോ? അല്ല, ഇതെല്ലാം ഇഡിയോപ്പത്തിക് ആണ്, വിത്തൗട്ട് എനി റീസൺ വരുന്നതാണ്. എൻ്റെ ബോഡി എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇത് ഇങ്ങനെ വരുന്നത്. മസിൽ ഹൈപ്പർട്രോഫി എന്നൊരു ഡിസീസ് വന്നു. മസിൽ വളരുന്നൊരു അസുഖമാണ്. കഴിഞ്ഞ വർഷം വളരെ സീരിയസ് ആയിട്ടുള്ള 2 സർജറി ചെയ്യേണ്ടി വന്നു. ഇനി ഒരു 8 സർജറി പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഇത് വീണ്ടും അതേ ഭാഗത്ത് മസിൽ വളരുന്നുണ്ട്. പിന്നെ എനിക്ക് സെർവിക്കൽ ഇറോഷൻ, അതായത് എക്ട്രോപ്പിയോൺ എന്നൊരു ഇതുണ്ട്. സെർവിക്സിൽ എനിക്ക് അൺഹെൽത്തി ആയിട്ടുള്ള സെൽസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ വൂണ്ട് വരും. വൂണ്ടിലൂടെ ബ്ലഡ് പോവും, നമ്മുടെ ബോഡിയിൽ അത്രയും ബ്ലഡ് പോവും. അപ്പോൾ ഇതെല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലാസ് എടുക്കുന്നത്. ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ കൃത്യമായിട്ട് 3 മാസം കൂടുമ്പോൾ പോയി മരുന്ന് ഓൾട്ടർ ചെയ്താണ് ജീവിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ മുകളിൽ വേറെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ബോഡി വീക്കാണ്. അപ്പോൾ അതിൻ്റെ മുകളിലൊരു നെഗറ്റിവിറ്റി വരുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റില്ല. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇത്രയും ഇഷ്ടപ്പെടുന്ന പാഷനാണ്, ഒക്കെ ശരിയാണ്. നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ അല്ലെങ്കിൽ ജീവൻ ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ എന്ത് ഇഷ്ടപ്പെട്ടാലും അതിലേക്ക് ചെല്ലാൻ നമുക്ക് പറ്റില്ല. കുറച്ചുകൂടെ ഹെൽത്ത് ശ്രദ്ധിച്ചുകൂടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. ആക്ച്വലി ദാറ്റ് ഈസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ ഒരു സമയത്ത്, കാരണം ഈ അസുഖങ്ങൾ മൂർധന്യാവസ്ഥയിൽ നിന്ന അവസ്ഥയിൽ എനിക്ക് ചൂസ് ചെയ്യേണ്ടി വന്നു. ലൈക്ക് ഞാനൊരു 7-8 മണിക്കൂർ ഉറങ്ങിയാൽ എൻ്റെ ഈ അസുഖങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമെങ്കിൽ ഞാനത് ചെയ്യും. കാരണം ലൈഫ് മുന്നോട്ട് പോകണമല്ലോ. ഈ പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല. ഒരു 2-3 ആഴ്ചയോളം ഞാൻ പാരലൈസ്ഡ് വരുന്നു. അപ്പോൾ അങ്ങനത്തെ അവസ്ഥകളൊക്കെ വന്നിട്ട് കിടന്നുകൊണ്ടും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ രസം. ഞാൻ കിടന്നുകൊണ്ടും ക്ലാസ് എടുക്കും. എനിക്ക് ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞ കാര്യം, 7 to 8 hours എനിക്ക് റെസ്റ്റ് വിധിച്ചിട്ടില്ല. ബിക്കോസ് ഞാൻ റെസ്റ്റ് എടുക്കാൻ കിടന്നാലും ഞാൻ ഉറങ്ങില്ല. കാരണം എനിക്ക് മെൻ്റലി ഒരുപാട് ട്രോമ ഉണ്ടായിട്ടുണ്ട്. ഡിപ്രഷൻ്റെ വക്ക് വരെ എത്തി ഡിപ്രഷനിൽ പോവാതെ വന്ന ഒരാളാണ് ഞാൻ. കാരണം ലൈഫിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു സിംഗിൾ മദറാണ്. അപ്പോൾ ഇതെല്ലാം എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിടന്നാലും ഉറക്കം വരില്ല. എത്ര തന്നെ തെറാപ്പി എടുത്താലും ഈ ട്രോമ മാറാൻ ഒരുപാട് കാലം എടുക്കും. അപ്പോൾ ലൈഫിൽ സത്യത്തിൽ മ്യൂസിക്കിലൂടെ അല്ലാതെ മറ്റൊന്നിലൂടെ ഹാപ്പിനെസ് കിട്ടാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ സത്യത്തിൽ ഈ ടീച്ചിങ്ങിലൂടെ ഒരു എസ്കേപ്പിസം ആണോ എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് എന്ന് തോന്നുന്നു. എക്സാക്ട്ലി. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ 4-5 മണിക്കൂർ ഉറക്കമുള്ളെങ്കിലും ഞാൻ ഹാപ്പിയാണ്. സോ ഐ തോട്ട് ഓക്കെ. ഒരു ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, യു ടെൻ നോട്ട് ടു ലിവ് ലോങ്. ഞാൻ പറഞ്ഞു ഓക്കെ, ഉള്ള സമയം സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ ഇപ്പൊ ഡോക്ടർ പറയണം, ചിലപ്പോൾ നീ 70-80 വയസ്സ് വരെ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ അസുഖമൊക്കെ വെച്ചോണ്ട് ജീവിച്ചിരിക്കണ്ടേ. ഞാനിപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശ്വാസമുണ്ട്, ഞാൻ ഹെൽത്തി ആണെങ്കിൽ ഐ എം വെരി ഹാപ്പി. അന്നത്തെ ദിവസം ക്ലാസ് എടുക്കും, അത്രേ ഉള്ളൂ. ഒരു സിംഗിൾ മദർ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും ഒരിടത്തും ഇതുവരെയും പറയാത്തൊരു കാര്യമാണ് സിംഗിൾ മദർ എന്നുള്ളത്. അതൊരു വലിയ ഡിസിഷൻ ആയിരുന്നില്ലേ? തീർച്ചയായിട്ടുമാണ്. കാരണം എൻ്റെ ലൈഫിൽ എവ്രിതിങ് എൻ്റെ പാരൻസ് ആണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. എനിക്കവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ലൈക്ക് എന്ത് പഠിക്കണം. ഞാനെടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആണ്, എൻ്റെ അച്ഛനമ്മയും ചൂസ് ചെയ്തത് ഇലക്ട്രിക്കലാണ്. അങ്ങനെ ഒരുപാട് ലൈഫ് എൻ്റെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈവൻ കല്യാണമാണെങ്കിലും അവരാണ് ചൂസ് ചെയ്തത്. ബട്ട് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരവസ്ഥ വരികയാണ് ചെയ്തത്. എനിക്കത് ആക്ച്വലി പറയാൻ പറ്റില്ല. ബട്ട് കല്യാണത്തിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് മാരേജ് തന്നെ ഞങ്ങളെടുത്ത ഡിസിഷനാണ് ഡിവോഴ്സ് ചെയ്യാം എന്നുള്ളത്. പക്ഷെ അത് ഇത്രയും തള്ളിക്കൊണ്ട് പോയത് തന്നെ പാരൻസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ്.
ആക്ച്വലി സ്പീക്കിംഗ് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും ഇന്നും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. കാരണം കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ഞങ്ങൾ അന്നാണ് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നത്. സംസാരിച്ചപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഡിവോഴ്സ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത്. ഞാൻ ഓക്കെയും പറഞ്ഞു. ഞാൻ ഓക്കെ, ഇഫ് യു ആർ അങ്ങനെയാണ് താല്പര്യമെങ്കിൽ നമുക്ക് ഡിവോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞാണ്. പക്ഷെ വീട്ടുകാരുടെ നിർബന്ധത്തിന് 2 കുട്ടികളെ ഉണ്ടാക്കി, വീട്ടുകാരുടെ നിർബന്ധത്തിന് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് ജീവിച്ച് ഇത്രയും കാലം ജീവിച്ചു. അറ്റ് എ പോയിന്റ് ഞങ്ങൾ 2 പേരും തെറാപ്പി എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ മൾട്ടിപ്പിൾ സെഷൻസ് കഴിഞ്ഞപ്പോഴാണ് ഞാനാണ് ഡിസൈഡ് ചെയ്തത് എന്തിനാണ് ഈ സമൂഹത്തിനെ കാണിക്കാൻ വേണ്ടി സ്വന്തം ആരോഗ്യം കളയുന്നത്. ബിക്കോസ് ഒരു 2 മാസം കൂടെ കഴിഞ്ഞ് ഞാൻ ഡിപ്രഷനിൽ പോകുന്നുള്ള ഉറപ്പാണ്. കാരണം നാട്ടിലുള്ള എല്ലാവരും വിചാരിക്കുന്നത് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആണെന്നാണ്. അപ്പം ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ഈ വിവാഹ ജീവിതത്തിനെ പറ്റി ചോദിച്ചാൽ അപ്പം ഞാൻ അപ്സെറ്റ് ആവുകയാണ്. അപ്പം മാത്രമല്ല ഇപ്പോഴും എത്ര ഹാപ്പി ആയിട്ടിരുന്നാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കാര്യം പെട്ടെന്ന് കരയും. ഞാൻ ഭയങ്കരമായിട്ട് കരയും. സോ ആ ട്രോമ ഉള്ളിൽ അത്രയും ഇരിക്കുകയാണ്. കാരണം ലൈഫിൽ ഹാപ്പിനെസ് കാണുന്നില്ല എന്ന്. സോ ആഫ്റ്റർ 30 ഞാൻ ഡിസൈഡ് ചെയ്തു എൻ്റെ ലൈഫിൽ ഹാപ്പിനെസ്സിന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം എന്ന്. അതിന് ഏറ്റവും സപ്പോർട്ട് ചെയ്തത് ഈ പറഞ്ഞ സോ കോൾഡ് എക്സ് ഹസ്ബൻഡ് തന്നെയാണ്. സോ ഹീസ് എ വെരി നൈസ് പേഴ്സൺ ആക്ച്വലി. ഇപ്പൊ ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് പോലും ഞങ്ങൾ ഒരുമിച്ചാണ്. ആൻഡ് ദ ബെസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ട് ഇപ്പോഴും ഞങ്ങളുടെ മക്കൾക്ക് അച്ഛനും ഉണ്ട് അമ്മയും ഉണ്ട്. വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു ഞങ്ങളുടെ. അതുകൊണ്ട് അവനിപ്പോഴും എൻ്റെ വീട്ടിൽ വരാം, എനിക്ക് അവൻ്റെ വീട്ടിൽ പോവാം, അല്ലെങ്കിൽ പാരൻസിന് ഒരുമിച്ച് നിൽക്കാം, കുട്ടികൾക്ക് ആവശ്യം വരുമ്പോൾ അച്ഛനും അമ്മയും ഒരുമിച്ച് വരുന്നു. ഇപ്പോൾ ഞങ്ങൾക്കിപ്പം ഒരു റൂമിലാണെങ്കിലും ഒരു പ്രശ്നവുമില്ല. ബിക്കോസ് ഞങ്ങൾ മനസ്സുകൊണ്ട് വെറും ഫ്രണ്ട്സ് മാത്രമാണ്. അപ്പോൾ അത് പക്ഷെ നാട്ടുകാർക്ക് അറിയില്ല. ഇന്നും ഞങ്ങളുടെ ഡിവോഴ്സിനെ പറ്റി ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയാം. പക്ഷെ ആദ്യം അവർ ചോദിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഡിവോഴ്സ്? ഫ്രണ്ട്ഷിപ്പ് അല്ല ജീവിതം. ഇത് രണ്ട് എക്സ്ട്രീം കേസാണ്. വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ എന്നെ ഭാര്യയായിട്ട് കാണാൻ സാധിക്കില്ല എന്ന് എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കിയവൻ പറഞ്ഞപ്പോൾ പോലും എൻ്റെ അമ്മ പറയണത് അതൊക്കെ കുറെ കാലം കഴിയുമ്പോൾ ശരിയാവും എന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ വേണ്ടത്, ഞാൻ ഒരിക്കലും ഇന്നവരെ എൻ്റെ പാരൻസിനെ കുറ്റം പറഞ്ഞില്ല, കാരണം അവർ വളർന്നു വന്ന സാഹചര്യം കൊണ്ടാണ് അവർ അങ്ങനെ ആയത്. ബട്ട് ഞാൻ ഇപ്പോൾ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, അറ്റ്ലീസ്റ്റ് സ്റ്റാൻഡ് ഫോർ യുവർ ചിൽഡ്രൻ. ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങളുണ്ട്, നിനക്ക് ഒന്നും നഷ്ടപ്പെടേണ്ട കാര്യമില്ല, ഞങ്ങളുണ്ടെന്നൊരു വാക്ക് കിട്ടിയാൽ ആ വാക്ക് തന്നെ ആ കുഞ്ഞിനെ. അതൊരു വലിയ പോയിന്റാ. കാരണം പലയിടത്തും പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന നമ്മൾ ഈ ന്യൂസസ് എന്നും കണ്ടുകൊണ്ടിരിക്കുക. അവിടെ ഒരു പേരന്റിന്റെ, അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയെങ്കിലും ഒരു ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞാൽ അതവിടെ സംഭവിക്കില്ല എന്നുള്ളതാണ്. എക്സാക്ട്ലി. ഇപ്പോൾ എനിക്ക് എൻ്റെ പാഷൻ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും നാള് ലൈഫ് തള്ളിക്കൊണ്ട് പോയത്. അല്ലെങ്കിൽ ഇത്രയും അസുഖം വരുമ്പോൾ, അല്ലെങ്കിൽ മെന്റലി ഇത്രയും ഡിപ്രസ്ഡ് ആകുമ്പോൾ ഒരു മനുഷ്യനും ജീവിച്ചിരിക്കില്ല. ഇപ്പോഴും പലപ്പോഴും താഴെ എൻ്റെ അമ്മമ്മ ഇരിക്കുമ്പോൾ ഞാൻ പോയി പറയും, അമ്മ ഐ ക്വിറ്റ്, ഞാൻ നിർത്തുകയാണ്, ഞാൻ മരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വരുവേ. വന്ന് മുകളിൽ കയറി ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത ക്ലാസ്സിൻ്റെ ബെല്ലടിക്കും. കാരണം ആ 1/2 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ കയറി നിന്ന് ക്ലാസ് എടുക്കും, അതങ്ങ് മറക്കും. സോ എനിക്ക് ആക്ച്വലി ഇതൊരു വളരെ റിലീഫാണ് ക്ലാസ് എടുക്കുമ്പോൾ. എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. പക്ഷെ വേറെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ, അതാണ് ഏറ്റവും കോമഡി. നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? നിങ്ങൾക്ക് മ്യൂസിക് ഇല്ലേ? നിങ്ങൾക്ക് ടീച്ചിങ് ഇല്ലേ? അവരുടെ വിചാരം എൻ്റെ ലൈഫ് മുഴുവൻ മ്യൂസിക് ആണെന്നാണ്. മ്യൂസിക് എന്നതൊരു പാർട്ടാണ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് അനദർ പാർട്ടാണ്. മ്യൂസിക്കിലൂടെ ഹാപ്പിനെസ് കണ്ടുപിടിക്കുന്നത് ഒരു 3ാമത്തെ പാർട്ടാണ്. അതാണ് പലർക്കും മനസ്സിലാവാത്തത്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പക്ഷെ അങ്ങനെയൊക്കെ പറയാനേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഈ ഇന്നതിലൂടെ ഹാപ്പിനെസ് കണ്ടെത്തും, അല്ലെങ്കിൽ ഇന്നതിലൂടെ കണ്ടെത്താൻ കഴിയുമെന്ന് പറയുന്നത് ഒരു പരിധി വരെയൊക്കെ ഉണ്ടാവുള്ളൂ. യെസ്. ആൻഡ് വൺ മോർ തിങ്, നമുക്ക് എല്ലാവരെയും, ഈവൻ നമ്മുടെ ഫാമിലീനെയും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പകരം ജീവിച്ച് കാണിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് ഹാപ്പിനെസ് വേണം എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായില്ല. എൻ്റെ ഹാപ്പിനെസ്സിന് ഒരു വാല്യൂവും കണ്ടില്ല. ഇപ്പം എങ്ങനെ ഞാൻ ഹാപ്പി ആവും എന്നുള്ളത് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അവരെ അത് ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നു, അതിൽ ഞാൻ ഹാപ്പിനെസ് കണ്ടെത്തുന്നു, എൻ്റെ ബ്രേക്കുകൾ ഞാൻ തീരുമാനിക്കുന്നു, ആൻഡ് എൻ്റെ കുട്ടികൾക്ക് അതിലൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ പതുക്കെ അവർ മാറി വരികയാണ്. സോ എനിക്ക് തോന്നുന്നു ഈ കണ്ടീഷൻഡ് ആയിട്ടുള്ള മൈൻഡ്സിനെ മാറ്റാൻ നമ്മൾ ജീവിച്ച് കാണിക്കാൻ തന്നെ വേണം, ആൻഡ് നമ്മൾ അതിൽ സക്സസ്ഫുൾ ആവുകയും വേണം. അപ്പോൾ ഒരു മാറ്റം സംഭവിക്കും. ഇതിനകത്ത് പറഞ്ഞൊരു പോയിന്റ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്, പേരൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചു, പാരൻസിന് വേണ്ടിയിട്ട് 2 കുട്ടികളുണ്ടായി എന്നുള്ളത്. ഇപ്പൊ ഇത് പറയുമ്പോൾ അവർ ഫ്യൂച്ചർ എന്താവും എന്ന് ചിന്തിക്കുന്നുണ്ടോ? യെസ്, ഒരുപാട് പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. കാരണം അതാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ ഒരു പോയിന്റ്, എസ്പെഷ്യലി അറേഞ്ച്ഡ് മാരേജസിൽ വരുമ്പോൾ എന്താന്ന് വെച്ചാൽ,
ചിന്തിക്കാനുള്ള പ്രായമാവുന്നതിന് മുന്നേ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതാണ്. നോക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷേ അവർക്ക് സൊസൈറ്റിയെ കാണിക്കണം, ജീവിതം അവർക്ക് സൊസൈറ്റിയെ ഇന്നും നാട്ടുകാരെ പേടിയാണ്. അതാണ് ഇന്നും. സോ അന്ന് എനിക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കാനുള്ള ലോകപരിചയമില്ല. ശരിയാണ്, ഞാൻ 3 റിയാലിറ്റി ഷോ വിന്നറാവുന്നു, ലോകത്ത് മുഴുവൻ ട്രാവൽ ചെയ്ത് പ്രോഗ്രാംസ് ചെയ്യുന്നു, പുറത്തു നിന്ന് കാണുന്ന ആള് വളരെ മെച്യൂർഡ് ആയിട്ടുള്ള കുട്ടി. പുറത്ത് ഏത് രാജ്യത്ത് പോകുമ്പോഴും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവർക്ക് ലീവ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു ഷോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എനിക്ക് ഒറ്റയ്ക്ക് എൻ്റെ ഒരു കാര്യവും ചെയ്യാൻ അറിയില്ല. എനിക്ക് ഇന്നും റോഡ് ക്രോസ് ചെയ്യാൻ അറിയില്ല, അറിയോ? കാരണം ഇന്നും ബിക്കോസ് അത് റോഡ് ക്രോസ് ചെയ്യാനുള്ള ഭയം കയറ്റി എനിക്കിപ്പോ റോഡിൽ വണ്ടി പോണ കാണുമ്പോൾ ആകെ പേടിയാ. അപ്പൊ അങ്ങനെയാണ് എന്നെ വളർത്തിയിരിക്കുന്നത്. സോ അവിടെ ആ ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് വേണ്ടി നീ ഇത് ചെയ്യൂ എന്ന് പറയുമ്പോൾ പാരൻസിൻ്റെ ആ ഇഷ്ടം നമുക്ക്, അല്ലെങ്കിൽ പാരൻസിനോടുള്ള സ്നേഹം കൊണ്ട് അവരുടെ ആ ഒരു സന്തോഷത്തിന് നമ്മൾ ഒരുപാട് വാല്യൂ കൊടുക്കും. കുറച്ച് നാൾ കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയാം നമ്മുടെ ലൈഫിൻ്റെ വാല്യൂസ് എന്താണ് എന്നുള്ളത്. ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും പറയും, ഈ ഒരു പ്രായത്തിലായിരുന്നു കല്യാണം എന്ന് പറഞ്ഞിരുന്നത്, ഞങ്ങൾ ഒരിക്കലും കല്യാണം കഴിക്കില്ല. അങ്ങനെ പറയുന്ന പല പെൺകുട്ടികളും ഉണ്ട്. യെസ്, എക്സാക്ട്ലി. അതിന് മുന്നേ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതാണ് പാരന്റ്സിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണല്ലോ നാട്ടുമ്പുറങ്ങളിലൊക്കെ 18 വയസ്സ് കഴിയുമ്പോൾ തൊട്ടേ ആലോചനകൾ കൊണ്ടുവരുന്നതും നിർബന്ധിക്കുന്നതും. റൈറ്റ്. ഈ കല്യാണം എന്ന് പറയുന്നത് ഇന്നും സ്ത്രീകളുടെ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലെ അൾട്ടിമേറ്റ് ലക്ഷ്യമാണ്. ഈ കുട്ടി ജനിക്കുമ്പോൾ തൊട്ട് അതിനെ കണ്ടീഷൻ ചെയ്യുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മാറണം ഇനി മുതൽ. ഇപ്പൊ അത് ചർച്ച ചെയ്യുന്നുണ്ട്, എങ്കിലും പൂർണ്ണമായിട്ടും ഒരിടത്തും മാറിയിട്ടില്ല എന്നുള്ളതാണ്. മാറില്ല. ഇപ്പൊ നമ്മൾ പറയുന്നത് നമ്മുടെ അടുത്ത തലമുറയെ മാറ്റുന്നു. നമ്മളെ പോലുള്ള ഒരു 20% ആൾക്കാരുടെ കുഞ്ഞുങ്ങൾ മാത്രമാണ് മാറാൻ പോകുന്നത്. അന്നും മെജോറിറ്റി മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിലൊരു മാറ്റം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനിതക മാറ്റം വരുന്നത് പോലെ വളരെ സ്ലോ പ്രോസസ്സാണ്. അതിനെയും 2050-കളിലൊക്കെ വരുള്ളൂ എന്ന് തോന്നുന്നു. വരണമെന്നില്ല, നമുക്ക് ഹോപ്പ്ഫുള്ളി വരുമായിരിക്കുന്നേ പറയാനേ പറ്റുള്ളൂ. നമുക്ക് ചെയ്യാവുന്ന എന്താ, നമ്മുടെ കുടുംബം, അതിലുള്ള കുഞ്ഞുങ്ങൾ, അതിനെ നമുക്ക് നന്നാക്കി വളർത്താം. ബാക്കിയുള്ളത് വിട്ടുകളയാനേ പറ്റുള്ളൂ. ഈവൻ നമ്മുടെ കുട്ടികളെ നമ്മൾ എത്ര നന്നായി വളർത്തിയാലും ഒരു 30% ടൈമേ അവർ നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഫുൾ ടൈം പുറത്ത് മറ്റു കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത്. അവര് അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. തീർച്ചയായും അത് നല്ലതാവാം, ചീത്തയാവാം. ഞാൻ സത്യത്തിൽ അവരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാറില്ല. അവരായിട്ട് എൻ്റെ അടുത്ത് വരും ഡൗട്ട് വരുമ്പോൾ, അപ്പോഴാണ് ഞാനൊരു ഗൈഡ് ചെയ്യാറ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാനൊരു 2-3 എക്സാമ്പിൾ പറയാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പൊ എൻ്റെ കുട്ടി, അവള് 1ാം ക്ലാസ്സിലായപ്പോൾ അവള് പറഞ്ഞു എനിക്കൊരു പ്രേമമുണ്ട് എന്ന്. ഓക്കെ, 1ാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വിട്ടു. 2ാം ക്ലാസ്സിൽ അവള് പറഞ്ഞാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്, അമ്മ ഞാനത് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, ഞാൻ ബ്രേക്കപ്പ് ചെയ്യണമെന്ന്. ഓക്കെ, എന്താ കാര്യം? അവൻ വളരെ ടോക്സിക് ആണ്. ആ ടോക്സിക് എന്നുള്ള വേർഡ് എന്നെ സ്ട്രൈക്ക്. ഞാൻ എന്താ മോളെ ഇങ്ങനെ ടോക്സിക് എന്ന് പറയാം? എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അവന് ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അവന് ഇഷ്ടപ്പെടുന്നില്ല, എനിക്കത് ഇഷ്ടമല്ല. സോ ഞാനത് അവോയ്ഡ് ചെയ്യണം. സോ 2ാം ക്ലാസ്സിലെ കുട്ടിയാണ് ഇത് സംസാരിക്കുന്നത്. 3ാം ക്ലാസ്സിൽ ഒരു ദിവസം അവൾക്കിപ്പോ ഒരു ടീമുണ്ട്, ഒരു ഗ്യാങ് ഉണ്ട്. അവർ ഡെയിലി ഭയങ്കര ഡിസ്കഷനാണ് പല കാര്യങ്ങളും. ഒരു ദിവസം അവളുടെ അടുത്ത് ഒന്നുണ്ട്, ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത കാര്യം അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. അപ്പൊ ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണ്ടെന്ന് അറിയില്ലല്ലോ. എന്താ മോളെ ഈ അൺവാണ്ടഡ് പ്രഗ്നൻസി എന്ന്? എനിക്ക് പ്രഗ്നന്റ് ആവാൻ താല്പര്യമില്ല, പക്ഷെ ഇനിയിപ്പോ എന്നെ ഫോഴ്സ് ചെയ്ത് ആരെങ്കിലും പ്രഗ്നന്റ് ആക്കിയാലോ, അങ്ങനെ വന്നാൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. അതുപോലെ ഈവൻ കല്യാണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ കല്യാണം കഴിച്ചാൽ എങ്ങനെ അവനെ കൺവിൻസ് ചെയ്യാം എനിക്ക് കുട്ടി വേണ്ട എന്നുള്ളത്. ഞങ്ങൾ നല്ല ടോപ്പിക്കാണ്, നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ കുറച്ചും കൂടെ ഒരു ധാരണ വന്നിട്ട് ഡിസ്കസ് ചെയ്താലോ എന്ന് പറഞ്ഞു. അത് അവൾ എന്നോട് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. നമ്മൾ അറിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ കുട്ടികൾക്ക് തെറ്റായ ധാരണയും ശരിയായ ധാരണയത്തിന്റെ ഒരു ഇടയിലൊരു കൺഫ്യൂസ്ഡ് അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നമ്മൾ അധികം ഇടപെടണ്ട, അവർ ചോദിക്കുമ്പോൾ ഒന്ന് ഗൈഡ് ചെയ്ത് കൊടുത്താൽ മതി, ഒരു പൊക്കോളൂ. ഇതിൽ 2 ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. 2 കാര്യങ്ങൾ വരും. ഒന്ന്, ആ കുട്ടിക്ക് അമ്മയോട് ഇത്രയും കാര്യം ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ട് എന്നുള്ളത്, അത് നല്ല കാര്യം. 2ാമത്തെ കാര്യം, ഇപ്പോൾ 2ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 8
8 വയസ്സ് അല്ലെങ്കിൽ 9 വയസ്സ് എന്ന് പറയാം, 8 വയസ്സ്. 8 വയസ്സിൽ ഈ കുട്ടിക്ക് പ്രഗ്നൻസിനെ പറ്റി, അൺവാണ്ടഡ് പ്രഗ്നൻസിനെ പറ്റിയിട്ട്, മാരേജിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു അറിവ്, അല്ലെങ്കിൽ എങ്ങനെ ഈ കുട്ടി ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ള വേറൊരു ക്വസ്റ്റനും കൂടെ വരാം. അതാണ് ആക്ച്വലി അതിൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഒരു ഭയങ്കര സംഭവമാണ്. അതെ അതെ അതെ. നമ്മളിപ്പോൾ വിചാരിക്കും കുട്ടികൾക്ക് യൂട്യൂബ് കിഡ്സ് പ്രൊവൈഡ് ചെയ്താൽ മതി. കിഡ്സ് തന്നെ അവർ കാണുന്നത്. കിഡ്സിനകത്ത് നമ്മൾ ഈ 18+ കാണുന്ന വയലൻസിന്റെ അത്രയും വയലൻസ് ഉണ്ട്. അതുപോലെ പല കാര്യങ്ങളും ഉണ്ട്. ലിപ് ലോക്ക് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് പക്ഷെ ആനിമേറ്റഡ് ആണെന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ഈവൻ അവൾക്ക് അറിയാം. എന്നുവെച്ചാൽ ഞാൻ പറയും, ഈ വീഡിയോസ് നീ കാണാൻ പാടില്ല. നെറ്റ്ഫ്ലിക്സ് ഒക്കെ എടുക്കുമ്പോൾ 16+ ഇത് നീ കാണണ്ട, നിനക്ക് കുട്ടികളുടെ കാണാൻ പറയുമ്പോൾ അവൾ ഇങ്ങോട്ട് ചോദിക്കും, ഓ ഇതിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേക്കഡ് വീഡിയോസ് ഒക്കെയാണ് വരുന്നത് എന്ന് അവൾ ചോദിക്കുന്നു. ബിക്കോസ് അത് ഇവര് ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്നതാണ്. ഇതിൽ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ബിക്കോസ് ഇവർക്ക് ധാരണ വരേണ്ട പ്രായം ആയിട്ടില്ല. പക്ഷേ അവരുടെ ആ ഒരു എക്സ്പോഷറിൽ എന്ത് ശരി എന്ത് തെറ്റ് എന്ന് നമുക്ക് മിതമായ ഭാഷയിൽ അവരെ വേദനിപ്പിക്കാതെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളില്ലാത്ത സമയത്ത് അവരിരുന്ന് അതിനെപ്പറ്റി ആലോചിക്കും. ആ പ്രായമാണിത്. ശരിയാണോ അല്ല, ഞാനിത് ഫോഴ്സ്ഡായിട്ട് പറയുകയാണ്, നീ ഇത് കാണരുത്, നീ ഇത് നിനക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പോയി അവരിത് കാണും. അത് 100% നമ്മൾ ആ പ്രായത്തിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, എന്തുകൊണ്ട് നീ ഇത് കാണാൻ പാടില്ല, പകരം നിനക്ക് എന്തൊക്കെ കാണാം, നിനക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, സമയം മാറ്റും. അപ്പോൾ അവരത് റിയലൈസ് ചെയ്യും. നമ്മൾ അവരുടെ പ്രായത്തിലുള്ള ഒരാളെ പോലെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളോടൊപ്പം നിൽക്കും. ഞാനൊരു വലിയ ആളാണ്, അതും എനിക്ക് നിന്നെക്കാളും മെച്യൂരിറ്റി ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയാൻ പോയാലും ഇപ്പൊ എന്റെ അമ്മ അവളുടെ അടുത്ത് എന്നെ എങ്ങനെ ഡീൽ ചെയ്തോ അതുപോലെ തന്നെ അവളെ ഡീൽ ചെയ്യുന്നുണ്ട്. അമ്മയുടെ ഒരു കാര്യം അവളുടെ അടുത്ത് നടക്കില്ല. അപ്പൊ എനിക്ക് ഭയങ്കര പ്രൗഡ് അത് കാണാനായിട്ട്. അപ്പൊ അമ്മ പറയും, നീ ഈ ഡ്രസ് ഇട്ടാൽ മതി, വൈ ആർ യു ഫോഴ്സിങ് മീ? ഒന്നും നടക്കില്ല. ഇപ്പൊ അമ്മ വന്നു, നീ എന്താ എന്നോട് ഇങ്ങനെ സംസാരിക്കണേ, ഐ വിൽ ട്രീറ്റ് യു ദ വേ യു ട്രീറ്റ് മീ, കഴിഞ്ഞു. അതുപോലെ നീ എന്താ ഈ ഓപ്ഷൻസ് കൊടുത്തേ, നിനക്ക് മൈ ലൈഫ് മൈ ചോയ്സസ്, കഴിഞ്ഞു. അമ്മയ്ക്ക് ഇപ്പൊ അറിയാം അവളുടെ ലൈൻ എവിടെയാന്നുള്ളത്. നമ്മുടെ കാലഘട്ടത്തിൽ ആ ലൈൻ വരയ്ക്കാൻ നമ്മൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഈ 2K കിഡ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കുട്ടീനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. അയ്യോ ശരിയാണ്. ചെറുതിന് 5 വയസ്സേ ഉള്ളൂ. ബട്ട് അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവനീ കൂടുതൽ അയൺമാനും ക്യാപ്റ്റൻ അമേരിക്കയും കൂടെ ഫൈറ്റ് ചെയ്താൽ ആര് ജയിക്കും അങ്ങനെയുള്ള രീതിയിലാണ്. പക്ഷെ ഈ കുഞ്ഞ് അവൾക്ക് ഒരുപാട് സംശയങ്ങളാണ്. അവൾക്ക് ചെറുപ്പം തൊട്ട് അങ്ങനെയാണ്. ഇപ്പോഴത്തെ പല കുട്ടികളും അങ്ങനെയാണ്. അവളൊരു 1.5 വയസ്സായപ്പോൾ തന്നെ വേൾഡ് മാപ്പ് ഒക്കെ പറയുമായിരുന്നു. അങ്ങനെ ഞാനും 3 വയസ്സിൽ വേൾഡ് മാപ്പിലെ കൺട്രീസ് ഒക്കെ തൊട്ട് കാണിക്കുമായിരുന്നു. അപ്പൊ ഒരു പക്ഷെ പിന്നെ എന്റെ ഹസ്ബൻഡും ഭയങ്കര ബ്രില്യൻ്റ് ആണ്, ആൾ IIM പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ആ കുഞ്ഞിന് ഈ പറഞ്ഞ പോലെ ആ DNA പഠിത്തമുണ്ട്, അതുകൊണ്ടായിരിക്കാം. പക്ഷെ അവൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളെ പറ്റിയും. അവൾ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. എനിക്ക് ഏർലി ആയിട്ട് പീരിയഡ്സ് വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഡിസ്കസ് ചെയ്യും. അവൾ എൻ്റെ അടുത്ത് പ്രീടീൻ ബ്രാനെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എനിക്ക് എപ്പോഴാണ് പ്രീടീൻ ബ്രാ ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ അവൾ ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ സ്വയം പഠിക്കുന്നുണ്ട്. ഞാൻ അതിന് വിട്ടുകൊടുക്കുകയാണ്. കാരണം അവൾ തിരിച്ചറിയട്ടെ, അവളുടെ ജീവിതം പഠിച്ചു വരട്ടെ. അത് അങ്ങനെയല്ലേ വരേണ്ടത്. പഠിത്തമൊക്കെ നല്ലതാ, പക്ഷെ ഇത്തരം ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്. എനിക്ക് പേടിയാണ് ഇത് ഇങ്ങനെയൊക്കെ കുട്ടികൾ ചോദിച്ച് കഴിഞ്ഞാൽ. ഇപ്പം ചേച്ചി അത് ഹാൻഡിൽ ചെയ്തു, എൻ്റെ അടുത്താണെങ്കിൽ എനിക്കറിയില്ല, ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല, ആ ഒരു അവസ്ഥയാണ്. അപ്പം ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇവരെയും കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നാണ് എൻ്റെ പേഴ്സണൽ കാര്യമാണ്. അല്ല, കൺട്രോൾ ഡെഫിനറ്റ്ലി വേണം. ഒരിക്കലും കുഞ്ഞുങ്ങൾ അഴിച്ചുവിടാൻ പറ്റില്ല. ബിക്കോസ് അവർക്ക് ശരി എന്താണെന്ന് അറിയില്ല. അവർ ഈ ലോകത്ത് ഇപ്പൊ 8 വയസ്സുണ്ടെങ്കിൽ അവർക്ക് എത്ര തന്നെ മെച്ചൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും 8 വർഷത്തെ എക്സ്പീരിയൻസേ അവർക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നതിൽ 90% കാര്യങ്ങളും തെറ്റായിരിക്കും. ഇപ്പൊ ചെരുപ്പ് മാറ്റിയിടുന്നത് ഉൾപ്പെടെ അവര് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നീ ഇത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞാൽ അവര് പിന്നെ അതേ ചെയ്യുള്ളൂ. നീ ഈ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തു നോക്കൂ, അപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ആവില്ലേ എന്ന് ചോദിച്ചാൽ അവർ ഡെഫിനറ്റ്ലി അത് ചെയ്ത് നോക്കും. ചിലപ്പോൾ ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ ചെയ്ത് നോക്കും എന്ന് പറഞ്ഞാൽ ആദ്യം അവർ പറയും വേണ്ട എനിക്കിത് മതി എന്ന്. പക്ഷെ നെക്സ്റ്റ് ടൈം അവരൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി അവരത് ചെയ്ത് നോക്കും. അങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് നമ്മൾ സിനിമയ്ക്ക് പോകുന്നുണ്ട്. അതായത് UA മൂവീസ്, അഡൾട്ട്സിനെ അക്കമ്പനി ചെയ്യുന്ന കുഴപ്പമില്ല. അതിനകത്ത് കഞ്ചാവുണ്ട്, ഐ മീൻ ഓൾ കൈൻഡ് ഓഫ് ഡ്രഗ്സ്, കെമിക്കൽസ് ഉൾപ്പെടെയുണ്ട്, സിഗരറ്റ്സ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്. അപ്പൊ കുട്ടികൾ ഇത് കാണുമ്പോൾ
ഏത് വയസ്സിൽ എനിക്കിത് ഉപയോഗിച്ച് തുടങ്ങാമെന്ന് ചോദിക്കുള്ളൂ, അതുകൊണ്ട് ഇത് ഉപയോഗിക്കാമോ ഇല്ലയോ എന്ന് ചോദിക്കില്ല. അതിന്റെ അടിയിൽ ഏത് കാണിക്കുന്നത് ചിലപ്പോൾ അവർക്ക് വായിക്കാൻ കൂടി അറിയുന്നുണ്ടാവില്ല. ഏറ്റവും കോമഡി എന്താണെന്നറിയോ, ഈ പിള്ളേരെ കൊണ്ട് ഞാൻ സിനിമയ്ക്ക് പോയപ്പോൾ ഒരു ദിവസം എഴുതി കാണിച്ചു ആൽക്കഹോൾ ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അപ്പോൾ അത് സെക്കൻഡ് ഹാഫിലാണ് കാണിക്കണത്. ഫസ്റ്റ് ഹാഫിൽ ഫുള്ള് ഈ കള്ളുകൂടിയും കഞ്ചാവില്ല. സെക്കൻഡ് ഹാഫിൽ ആൽക്കഹോൾ ഇസ് ഇൻജൂറിയസ് എന്ന് പറഞ്ഞപ്പോൾ ഫുൾ സൈലന്റ് ആണ്. അവിടെ ഫുൾ സൈലന്റ് ആണ്. എൻ്റെ മോള് അതെ ഞങ്ങളോടല്ല അതിനകത്ത് അഭിനയിക്കുന്നവരോട് പറ, അവർക്ക് മനസ്സിലായത് അതാണ്. അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാം, നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഡെയിലി നമ്മൾ അവരെന്തൊക്കെ സംസാരിക്കുന്നു അവരുടെ അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് ചോദിച്ചാൽ അവർ പറയും എന്തൊക്കെ പഠിച്ചു, ഇതിലെന്തൊക്കെ ശരിയാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മൾ ഇതൊക്കെ തെറ്റാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ പറഞ്ഞു കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ അവര് ഉറപ്പായിട്ടും എടുക്കില്ല. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയണത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മോളെ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരത് ചെയ്യില്ല. ഇപ്പൊ എല്ലാത്തിനും നല്ല എക്സ്പോഷർ ഉണ്ട്. ഇപ്പൊ എനിക്ക് ഈ ലോകത്ത് എല്ലാവിടെയും കുട്ടികളുണ്ട്. UK-ലും US-ലും ഓസ്ട്രേലിയയിലും കാനഡയിലും റഷ്യയിലും എല്ലാവിടെയും കുട്ടികളുണ്ട്. അവിടെ എന്താ പറഞ്ഞു കൊടുക്കണേ, 10 വയസ്സ് കഴിയുമ്പോഴേക്കും അവർക്ക് പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, ദാറ്റ്സ് ഓക്കെ. 10 വയസ്സ് കഴിയുമ്പോഴേക്കും അവരുടെ അസംബ്ലിയിൽ പറയുന്നത് നിങ്ങൾ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ചെയ്യല്ലേ, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നിങ്ങളുടെ റിസപ്ഷനിൽ ഫ്രീ കോണ്ടംസ് ഉണ്ട്, അത് ഉപയോഗിക്കണേ എന്നാണ്. നമ്മുടെ നാട്ടിൽ എന്താ പറയണേ, സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാപമാണ്. അപ്പൊ ആരാ അത് എക്സ്പ്ലോർ ചെയ്യുക? നമ്മുടെ നാട്ടിലെ കുട്ടികളെ അത് എക്സ്പ്ലോർ ചെയ്യുള്ളൂ. പാടില്ല എന്ന് പറയുന്ന സാധനം എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ത്വരയുള്ള ഒരു പ്രായമാണ് ടീനേജ്. അതിനെ മാനേജ് ചെയ്യാൻ പാരന്റ്സിന് പറ്റില്ലെങ്കിൽ കുട്ടികളെ ഉണ്ടാക്കരുത് എന്നേ ഞാൻ പറയുള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ കുട്ടികൾ ടീനേജിൽ വരുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നത് എനിക്ക് അറിയില്ല. ബട്ട് നമ്മളിപ്പോ കതിരിൽ വളം വെക്കാതെ ചെറുപ്പം തൊട്ടേ അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഹോപ്പ്ഫുള്ളി നന്നായി വരട്ടെ, അത്രേ പറയാൻ പറ്റുള്ളൂ. ഞാനൊരു ഗായികയാണ് ഇൻവൈറ്റ് ചെയ്തത്, പക്ഷെ ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടുന്ന് പഠിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കേട്ടു. സ്റ്റാർ സിംഗറിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു മാളവികയുണ്ട് പണ്ട്. ഒരു നിറയെ മുടിയില്ല, ഒരു സ്കെൽറ്റായിട്ടൊരു പെൺകുട്ടി. പാട്ടും എന്ന് പറയുമ്പോൾ അത്രയും പാഷനേറ്റ് ആയിട്ട് പലപ്പോഴും പല സ്റ്റേജിലും നിന്ന് വിറയ്ക്കുന്ന ഒരു മാളവികയെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് എല്ലാം മാറി ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ഈവൻ ഹെയർ കട്ട് പോലും മാറി, ഹെയർ വെട്ടിക്കളഞ്ഞു എന്നുള്ളതാണ്. ആക്ച്വലി വേറൊരു റീസൺ കൊണ്ടാണ്. ഞാൻ അങ്ങനെ ബോൾഡ് ആവാൻ വേണ്ടി ഹെയർ കട്ട് ചെയ്ത ആളല്ല, ഇടയ്ക്ക് വെച്ച് അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ വേറെ. പക്ഷെ ഇതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട് കേട്ടോ, ഇപ്പോഴും പറയുന്നുണ്ട് പഴയ ലുക്കായിരുന്നു ഭംഗിയെന്ന്. ഞാൻ ഈ ഇൻട്രാക്രാനിയലിലെ മെഡിസിൻ കഴിച്ചു തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു 6 മാസം കീമോതെറാപ്പിക്കാർക്ക് മുടി പോകുന്ന പോലെ കുളിക്കുമ്പോൾ ഈ രീതിയിലാണ് മുടി പോയിക്കൊണ്ടിരുന്നത്. അവസാനം എൻ്റെ മണ്ടയൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ ആൾക്കാരൊന്നും ഈ PRP ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഒന്ന് ഫേഷ്യലോ ഒരു ക്ലീനപ്പോ ഒന്നും ചെയ്യാൻ സമയമില്ലാത്ത ഒരാളാണ്, പിന്നെയാണ് PRP. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മുടി അങ്ങ് കഴുത്ത് വരെ അങ്ങോട്ട് വെട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. കുറച്ച് പിന്നെ ഞാൻ പറയും മാക്സിമം വോളിമൈസ് ചെയ്തങ്ങ് ഇട്ടേക്ക്, കാണണ്ടല്ലോ എന്നുള്ളത്. ആൻഡ് ഞാനത് വിട്ടു. പിന്നെ ആ മരുന്ന് മാറ്റി ഞാൻ പറഞ്ഞില്ലേ 3 മാസം കൂടുമ്പോൾ ഓൾട്ടർ ചെയ്യുമ്പോൾ ചിലപ്പോൾ മുടി പോവും വരും. അപ്പൊ ഞാനിതിനെ പറ്റി കെയർ ചെയ്യുന്നേ ഇല്ല. ഇടയ്ക്ക് ഞാനൊന്ന് കളർ ചെയ്തിടും, ഒരു ഭംഗി, എനിക്കൊരു സന്തോഷം തോന്നാൻ. ഇപ്പൊ ഞാൻ കളർ ചെയ്തിട്ടുമില്ല. ഞാൻ ആക്ച്വലി ഐ ഡോണ്ട് റിയലി കെയർ ആളുകൾ പറയുന്നതിനെ പറ്റി. അന്ന് മുട്ടറ്റം മുടി ഉണ്ടായിരുന്നു ആൻഡ് ദാറ്റ് വാസ് നോട്ട് ഈവൺ മൈ ചോയ്സ്. എൻ്റെ അമ്മ പറഞ്ഞു നല്ല നീളം മുടി ഭംഗിയുണ്ട്, എൻ്റെ അമ്മമ്മയ്ക്ക് അന്ന് ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. അപ്പൊ അന്ന് എൻ്റെ ബ്യൂട്ടി കൺസെപ്റ്റ് അതാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ മുടി ഹെയർ സ്റ്റൈൽ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയി. ഇനി എനിക്ക് തോന്നുന്നത് അടിപൊളിയാണ്. ഈ ചേഞ്ച് ഇപ്പം ഒരു റീസൺ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് എപ്പോഴാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കണം എന്നുള്ളൊരു തീരുമാനം, ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തത് എപ്പോഴാണ്? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് 30 വയസ്സ് സ്ത്രീകൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുന്ന പ്രായമാണെന്ന്. എനിക്കത് മനസ്സിലായിരുന്നില്ല. 30 വയസ്സിലാണ് ഞാൻ തീരുമാനിച്ചത്. കാരണം എൻ്റെ അതായത് എനിക്ക് തോന്നുന്നു കേട്ടോ, ഇത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്. എൻ്റെ 20s, അതായത് എൻ്റെ ഏറ്റവും ആ ഒരു പ്രസരിപ്പുള്ള ആ ഒരു സമയം കഴിഞ്ഞു പോയി എന്നുള്ള തിരിച്ചറിവ് വരുന്നത് 30ലാണ്. സോ എൻ്റെ 30s എങ്കിലും എൻജോയ് ചെയ്തില്ലെങ്കിൽ എന്നെ കാത്തിരിക്കുന്നത് വാർദ്ധക്യമാണ് എന്ന ഒരു റിയലൈസേഷൻ ഉണ്ടാവുന്നത് വെൻ വി റീച്ച് 30 ആണ്. അപ്പോഴാണ് നമ്മൾ ഇനിയെങ്കിലും സെൽഫ് ലവ്, ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് വി ലവ് അവർ സെൽഫ് എന്നുള്ള തീരുമാനം എടുക്കുന്നത്. അറ്റ്ലീസ്റ്റ് വിദ്യാഭ്യാസമുള്ളവർ തീരുമാനം എടുക്കുന്നത്. അവിടെ നിന്നാണ് ഞാൻ ഇഷ്ടം പോലെ വേൾഡ് ട്രിപ്സ് പോയി. ഞാനിപ്പോൾ അടുത്ത മാസം ചൈനയ്ക്ക് പോവാണ്. ഏറ്റവും രസം എന്ന് വെച്ചാൽ ഇപ്പൊ എൻ്റെ അച്ഛനമ്മയും ചൈനയിലാണ്. അതേ ട്രിപ്പിന് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് വരുന്നില്ല, ഞാൻ വേറെ സോളോ ആയിട്ട് പോകുന്നു. കാരണം അവിടെ ഒരു ഗ്രൂപ്പ് ടൂർ ആണ്. അപ്പോൾ ഒരു ബസ് നിറച്ച ആൾക്കാരുണ്ടാവും. ഐ വോണ്ട് ടു എക്സ്പ്ലോർ. അതിൽ കൂടുതലും വയസ്സായ ആൾക്കാരാണ്.
സോ രസമാണ് അതൊക്കെ. അപ്പം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് എവിടെയെങ്കിലുമൊക്കെ പോകും, സ്റ്റേക്കേഷൻസിന് പോകും. ആൻഡ് ഐ ഫൈൻഡ് ഹാപ്പിനെസ്. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരുപാട് ഭക്ഷണം കഴിക്കും. പക്ഷെ ഞാൻ തടി വെക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടല്ല, എനിക്ക് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. പക്ഷെ ഗുണം എന്താണെന്നറിയോ, ഞാൻ പ്രോപ്പറായിട്ട് ഹെൽത്ത് നോക്കും, സമയത്തിന് വർക്ക്ഔട്ട് ചെയ്യും. എനിക്ക് തടി ഒരു വിഷയമല്ല. ഈ ആൾക്കാർ ബോഡി ഷെയിം ചെയ്യുന്നവരോടൊക്കെ പോകാൻ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ബ്ലഡ് ടെസ്റ്റ് എടുത്താൽ ക്ലീൻ ഷീറ്റാണ്. ഷുഗറോ തൈറോയിഡോ കൊളസ്ട്രോൾ ഒന്നുമില്ല. ഇപ്പം എൻ്റെ കഴുത്ത് ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും പറയും എനിക്ക് തൈറോയിഡ് ഉണ്ടെന്ന്. എനിക്കൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, എൻ്റെ സർജറി അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഫസ്റ്റ് സർജറി ഓൾമോസ്റ്റ് 11 മണിക്കൂർ ഉണ്ടായിരുന്നു. 184 സ്റ്റിച്ച് എങ്ങാണ്ടുണ്ട് എൻ്റെ ബോഡിയിൽ. വയറിന്റെ ഭാഗത്തായിരുന്നു. വളരെ മോശപ്പെട്ട അവസ്ഥയായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് മരിച്ചു അതിൽ. കാരണം എൻ്റെ കാലിലെ നഖമൊക്കെ ബ്ലൂ ആയി, ഓക്സിജൻ ലെവൽ കുറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ സർവൈവ് ചെയ്ത് എന്താണെന്നറിയോ, വർക്ക്ഔട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അതാണ് ഈ തടി വെച്ച ആള് അസസ് ചെയ്തെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വർക്ക്ഔട്ട് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ റെസ്റ്റിംഗ് ഹാർട്ട് ബീറ്റ് 40 ആയിരുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പം ഞാൻ ആക്ച്വലി അതിൽ വളരെ ഹാപ്പിയാണ്. ഞാൻ ഹെൽത്തി ആണെന്ന് എനിക്കറിയാം. പിന്നെ ഈ വരുന്ന അസുഖങ്ങൾ ഇതെല്ലാം ഇഡിയോപ്പതിക്കാണ്, വിത്തൗട്ട് എനി റീസൺ വരുന്നതാണ്. പിന്നെ എൻ്റെ അമ്മമ്മയ്ക്കൊക്കെ ക്യാൻസർ വന്നിട്ട് ബോഡിയിലെ പല ഭാഗങ്ങളും മുറിച്ച് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതുണ്ട്, എനിക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട് എനിക്ക്. അതുകൊണ്ടായിരിക്കാം ഇതൊക്കെ വരുന്നത്. പക്ഷെ ഐ എം നോട്ട് സാഡ് ആക്ച്വലി. ഞാൻ ഇനി എല്ലാം ഫേസ് ചെയ്യാൻ തീരുമാനിച്ചു. അതാ പറഞ്ഞത്, നമ്മൾ സെൽഫ് ലവ് തുടങ്ങുമ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് സിമ്പിളാണ്. ഞാനൊരു ഗായിക വിളിച്ചെടുത്തിട്ട് പാട്ട് പാടിപ്പിക്കാതെ വിട്ട ആളുകൾ എന്നെ ചെയ്ത് വിളിക്കും. ആക്ച്വലി പാടിക്കാണ്ടിരിക്കണം. ഓൾറെഡി പറഞ്ഞ സൗണ്ടിന്റെ പ്രശ്നം. എങ്കിലും ഒരു ചെറിയ ഒരു 2 വരി നമുക്ക് വേണ്ടിട്ട് പാടും. ഞാൻ നോക്കട്ടെ. എന്താണെന്നറിയോ, ഞാൻ ഇന്നലെ റേബിസ് വാക്സിൻ എടുത്തു. അപ്പൊ എനിക്കൊരു ചെറിയ പണി കിട്ടി. ഈ റേബിസ് വാക്സിൻ എടുത്തപ്പോൾ ആദ്യം തന്നെ മൂക്കും തൊണ്ടയൊക്കെ അടഞ്ഞു. എനിക്ക് അനാഫിലാക്സിസ് അടിച്ചു. ആ മെഡിസിൻ എനിക്ക് അലർജിയായി. ശ്വാസം പോയി. ഇവിടെ നിന്ന് താഴേക്ക് റേഡിയേറ്റിംഗ് പെയിൻ ഒക്കെ വന്ന് അവിടെ ചെന്നപ്പോഴേക്ക് വീസിങ് ആയി. അപ്പോഴേ തന്നെ അവർ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ എടുത്തു. അതിങ്ങനെ ഭൂമൊന്ന് വീർത്ത്. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ സൗണ്ട് ഇങ്ങനെ അടഞ്ഞിരിക്കും. ഞാൻ ഒരു പാട്ട് പറയും. ഞാൻ ഡീകോഡ് ഇഷ്ടമുള്ള ഏതൊരു പുതിയ പാട്ട് ഞാൻ കേട്ടിട്ടുള്ള പാട്ട്, സർവമയയിലെ പാട്ട് ഇപ്പം ഭയങ്കര പുതുമഴ വീണ്, അതല്ലേ? പുതുമഴ സരി ഗരി ഗരി ഗരിക നി സരി 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 മഗരി രി സാ രി പാ പാ ഗരി ഗ ഗരി ഗ നി രി സരി പാ സാ നി സാ സാ രി പാ പദമ പഗമരി ഗ പഗരി ഗ ഗരി ഗ നീ രി സരി പ സാ നി സാ സാ രി രി. അടിപൊളി. നമ്മളത് പാട്ട് ഭയങ്കര ഹിറ്റാണ്. നമുക്ക് എൻ്റെ ഉള്ളിലുള്ള ഒരു പാട്ട് ഇപ്പൊ ഇതാണ് എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ വേറൊരു വേർഷനാണ് ഇപ്പൊ നമ്മൾ കേട്ട് എന്നുള്ളതാണ്. വളരെ സന്തോഷം. എനിക്ക് പറയാനുള്ളത് ഹെൽത്ത് നോക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഹാപ്പി ആയിട്ട് എപ്പോഴും ഇരിക്കാൻ കഴിയട്ടെ. മക്കളും ഇനിയും പ്രൗഡ് ആക്കട്ടെ എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് മീ. താങ്ക് യു.